CPM-ന്റെ സമുന്നതയായ നേതാവായി വർക്ക് ചെയ്തു കോൺഗ്രസിലെത്തിയ ശേഷം എന്താണ് അനുഭവം? വലിയൊരു സ്വാതന്ത്ര്യം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് എൻ്റെ പ്രൊഫഷനും മാറ്റിവെച്ച് വളർത്തിയെടുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ച ഒരു പ്രസ്ഥാനം, ഞാൻ ആ പ്രസ്ഥാനത്തിലിരുന്ന് എന്നെ മാക്സിമം അവഗണിച്ചപ്പോൾ അത് സഹിക്ക വയ്യാതെ അത് വിട്ടുമാറി നിന്ന്, പിന്നീട് ഒരു 2 വർഷക്കാലത്തിലേറെ വിട്ടുമാറി നിന്നിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ ഈ ലോകത്തൊന്നും കേട്ടിട്ടില്ലാത്ത വളരെ മോശപ്പെട്ട ഭാഷ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഗതി വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഐക്യ പോറ്റിയെ ബാധിക്കത്തേയില്ല. കാരണം ഞാൻ എന്താണ് എന്നെല്ലാവർക്കും അറിയാം. ഈ പാർട്ടി പ്രസ്ഥാനത്തിൽ നിന്ന് മാറി വന്നപ്പോൾ ഒരുപാട് ഫ്രീഡം ഉണ്ട്. പഴയതുപോലെ അത് വേണ്ട ഇത് വേണ്ട അല്ലെ അങ്ങനെയില്ല, നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് CPM-ൽ വർക്ക് ചെയ്തപ്പോൾ കോൺഗ്രസിലേക്ക് വന്നു, വെറും അങ്ങനെയുള്ളത് കൊണ്ട് മാത്രമാണോ ഇങ്ങോട്ട് വന്നത്? അല്ല. പിന്നെ എന്തുകൊണ്ടാണ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ പ്രസ്ഥാനത്തിൽ തന്നെ നിന്നതാണ്. MLA ആയി 3 തവണയായി. നാച്ചുറലി അടുത്തൊരാൾ വരുന്നത് നല്ല കാര്യം തന്നെയാണ്. എനിക്കതിൽ ഒരു വിഷമവും ഇല്ല, സന്തോഷമേ ഉള്ളൂ. ഞാൻ തന്നെ പറയുമായിരുന്നു, 3ാമത്തെ തവണ ലാസ്റ്റ് ആയപ്പം ഞാൻ 3 തവണയായി, ഇനി പുതിയ ആളായിരിക്കും വരുന്നത്. അങ്ങനെയൊക്കെ സന്തോഷത്തോടു കൂടി ഇപ്പോഴത്തെ എൻ്റെ LDF-ൻ്റെ എതിർ സ്ഥാനാർത്ഥി അന്ന് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് നേരെ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ ജനകീയതയും വെച്ചുകൊണ്ട് വേണം അദ്ദേഹത്തെ ജയിപ്പിക്കാൻ എന്നോട് പറഞ്ഞു. 100% ഞാൻ ഉൾക്കണ്ട അപ്പോഴേ ഇറങ്ങി എൻ്റെ വണ്ടിക്കകത്ത് അദ്ദേഹത്തെ കയറ്റി എനിക്ക് കോണ്ടാക്റ്റുള്ള എല്ലായിടത്തും കൊണ്ടുപോയി. എന്ന് മാത്രമല്ല, ആ ഇലക്ഷനിൽ വിജയിപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥിയേക്കാളും പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഞാൻ. എനിക്ക് എന്തെങ്കിലും അധികാരമോഹമോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യത്തില്ലല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം കൂടെ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി അനിയനാണെന്ന് പറയണം എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഉൾപ്പെടെ ചേർത്തും ഞാനും വിചാരിച്ചിരുന്നു അദ്ദേഹം നല്ലൊരു വലിയ ആളായേക്കും. കാരണം അദ്ദേഹം പാർട്ടിയുടെ ഉയർന്ന കമ്മിറ്റിയിലായതുകൊണ്ട് മന്ത്രിയൊക്കെ ആകും. ഇവിടെ ഒരു മന്ത്രിയില്ല എന്ന് എല്ലാവർക്കും ഒരു പറച്ചിലാണ്. ബാലകൃഷ്ണപിള്ള സാറ് പോയി, പിന്നെ അത് പരിഹരിക്കുമല്ലോ. പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചതുകൊണ്ട്, തുടങ്ങാനുള്ളതുണ്ട്, പൂർത്തീകരിച്ചുകൊണ്ട്, അപ്പോൾ അതെല്ലാം നന്നായി തീരും. വലിയ പ്രതീക്ഷയും എനിക്കും ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ജയിച്ചു വന്നു, മന്ത്രിയായി വന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തനവും കൊണ്ടുപോയി. അപ്പോൾ കുറേ ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ ഞാനൊക്കെ ചെയ്തു വെച്ച് പൂർത്തീകരിച്ച റോഡിൻ്റെ ഉദ്ഘാടനം പത്രത്തിൽ വാർത്ത വരും. പെട്ടെന്ന് ഞാൻ ഉദ്ഘാടനമായോ, ഞാൻ ഇന്ന് വേണ്ടേ എന്ന് തോന്നും. നിങ്ങൾക്കൊക്കെ ആയാൽ എന്താ തോന്നുക? ഇത് ഒന്നല്ല, ആദ്യമൊന്നും ഞാനത്ര ശ്രദ്ധിച്ചൊന്നുമില്ല, ഞാനത്ര കാര്യമാക്കി. തുടർച്ചയായിട്ട് ഓരോ കാര്യത്തിലും നമ്മൾ കൊണ്ടുവന്ന് വെച്ചതും പൂർത്തീകരിച്ചതും, MLA ഫണ്ടിൽ പൂർത്തീകരിച്ചത് പോലും മുൻ MLA എന്നുള്ള നിലയിൽ ഒരു സ്പേസ് ഇല്ലാതെ, ഒരു പരിഗണനയില്ലാതെ പോയി കഴിഞ്ഞാൽ, ഒരു അംഗീകാരം ഒരേയിടത്തും ഇല്ലാതെ വന്നാൽ മനസ്സിലവിടെ ഇരിക്കാൻ പറ്റും. ഈ VD സതീശൻ പറഞ്ഞ വിസ്മയം ആദ്യം തുടങ്ങിയത് കൊട്ടാരക്കരയിൽ നിന്നാണ്. പിന്നീട് പയ്യന്നൂരും അതേപോലെ തളിപ്പറമ്പിലും, പിന്നീട് അവസാനം നമ്മളെ പാലക്കാടും, പിന്നെ G. സുധാകരനടക്കം എത്തിയിരിക്കുകയാണ്. എന്താണ് CPM-ൽ സംഭവിക്കുന്നത്? CPM-ന് സംഭവിക്കാൻ പോകുന്നത്, CPM-ലെ ഒരു വിഭാഗം, ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു വിഭാഗം, ഇവിടുത്തെ എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം പാർട്ടിക്ക് അവരുടെ മാത്രമാക്കി മാറ്റി, അതിനോട് ചേരുന്നവരെ മാത്രം നിർത്തിക്കൊണ്ടുപോയി, ബാക്കി ആരെയും പരിഗണിക്കാതെ നല്ല മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതിയാണ് കാണുന്നത്. ഞാനൊക്കെ പാർട്ടിയിലേക്ക് വന്ന ഒരു കാലമേ അല്ല ഇപ്പം. ഈ 5 വർഷം കൊണ്ടാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ആ ചേഞ്ച് വന്നത്. കുറേ നാളുകൊണ്ടേ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് സ്ലോലി, പക്ഷേ ഇപ്പം വളരെ ഫാസ്റ്റായിട്ട് ആ ചേഞ്ച് വന്നു. അങ്ങനെ വന്നപ്പോൾ അതിനകത്ത് ഇരിക്കണം എന്ന് ആർക്കും തോന്നത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ഇരിയെന്ന് പറയുക, അല്ലെങ്കിൽ അയാൾ പുറത്താവും. ഞാൻ തന്നെ ചോദിക്കാറുണ്ട്, എന്നോട് എല്ലാവരും എന്തേ സഖാവ് പറയാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ ചർച്ച ചെയ്യാത്ത എന്താ കമ്മിറ്റിയിൽ? അതേ സഖാവെ ചർച്ച ചെയ്താൽ ഞങ്ങൾ അന്ന് പുറത്തല്ലേ, എന്നോട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഒരു യഥാർത്ഥ സിറ്റുവേഷനാണ്. ആ CPIM-ന് അകത്ത് വളരെയധികം പുകഞ്ഞാണ്, മിണ്ടാൻ പേടിച്ചിട്ടാണ്. പ്രതികരിച്ചാൽ ആക്രമണം ഉണ്ടാവും, പടക്കം പൊട്ടിക്കും. ആക്രമിക്കുന്ന TP-യുടെ കാര്യങ്ങളും ഇപ്പം കുഞ്ഞികൃഷ്ണൻ്റെ കാര്യത്തിലുണ്ടായതെല്ലാം ആൾക്കാർക്കൊരു ഭയമുണ്ട്. മിണ്ടാതിരിക്കുവാണ്. ഇത് എപ്പോഴാണ് ഒന്നിച്ച് പൊട്ടി ഒഴുകി പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അതായത് ബംഗാളിൽ, ത്രിപുരയിൽ തീർന്നു, ഈ കേരളത്തിലും തീരുന്നതിൻ്റെ ഭാഗമാണോ?
ഈ സംഭവങ്ങളെല്ലാം അതിലെ നല്ലവരായ ആളുകളെല്ലാം മാറി പോകുന്നു, അതിൽ തട്ടിപ്പുകാരായ ആളുകളെല്ലാം അവിടെ നിൽക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നു. എന്തായാലും ഒരു വിഭാഗം മതിയെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് തന്നെ സംഭവിച്ചാലും ആരുടെ അഭിപ്രായം വകവയ്ക്കേണ്ടത്. ഇപ്പം തന്നെ എന്തുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി മാറിയപ്പോൾ ഭാര്യയെ തന്നെ നിർത്തണം എന്ന് വെച്ചാൽ അതൊരു അവനവൻ്റെ ലെവലിൽ തന്നെ എല്ലാം നിൽക്കണം എന്നുള്ളതുകൊണ്ടല്ലേ. ഇതെല്ലാം മനുഷ്യർ കാണുന്നില്ലേ? ഇത് പാർട്ടി സഖാക്കളിൽ വലിയ അസംതൃപ്തിയാണ്. ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാൻ ഒന്നെന്നല്ല, ഒരാൾ തീരുമാനിക്കുന്ന എല്ലാം നടപ്പാക്കിപ്പോൾ അതിനോടൊപ്പം നിൽക്കുന്നു. അങ്ങനെ ഒരു പാർട്ടി പോകാൻ കഴിയില്ല. അടിമകളായിട്ട് മാടമ്പിത്തരം പാടില്ല എന്ന് പ്രസംഗിക്കുന്ന പാർട്ടി മാടമ്പിത്തരമായിപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. മടങ്ങി ഒതുങ്ങി ഇരുന്നോണം, അവിടെ ഇരുന്ന് അങ്ങനെ ഇരിക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല. സ്വതന്ത്രമായിട്ട് ജീവിക്കാനും എവിടെയും സ്വാതന്ത്ര്യമായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള അവകാശം ഓരോ ഇൻഡിവിജ്വലിനുമുണ്ട്, സ്ത്രീ ആയാലും പുരുഷനായാലും ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊല്ലം പ്രസ് ക്ലബിലെ പത്രക്കാരോട് വളരെ തട്ടിക്കേറി പോകുന്ന പിണറായി വിജയന് വളരെ രോഷാകുലനായി മാനസിക നില തെറ്റിയ പോലെയാണ് പോകുന്നത്. ഇത് എന്തിൻ്റെ സൂചനയാണ്? അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളെ നടക്കാവൂ. എല്ലാവരും ഓറാൻ പറഞ്ഞ് അവിടെ ഇരുന്നോണം, അല്ലാതെ ആരെങ്കിലും അത് ചിലപ്പോൾ നല്ല രീതിയിൽ പാർട്ടി അത് അദ്ദേഹത്തിന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം വളരെ ഈ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരുമാതിരി ഏകാധിപത്യത്തിലേക്ക് പോകുന്നത് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പൊഴിഞ്ഞു പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം. അത് മനസ്സിലാക്കാതെ ഞാൻ പറയുന്നിടത്ത് നിൽക്കണം. ഇനി എങ്ങാനും എല്ലാവരും കുറേശ്ശെ എതിർത്ത് തുടങ്ങിയതിൻ്റെ പൊട്ടിത്തെറിയായിരിക്കും അവിടെ. എത്ര വോട്ടിൻ്റെ? ഞാൻ വോട്ട് എത്രയെന്ന് പറയത്തില്ല. ജനങ്ങൾ എന്നെ നന്നായിട്ട് അറിയുന്ന ആളാണ്. അത് തീർച്ചയായിട്ടും ഇലക്ഷനിൽ പ്രതിഫലിക്കും. എന്തായാലും ആയിഷ പോറ്റി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊട്ടിത്തെറിയുടെ ആദ്യത്തെ സൂചനയാണ്. പിന്നെ തുടർച്ചയായ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. ഇന്ന് ആ പാർട്ടി ഇല്ലാതാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആയിഷ പോറ്റി വൻ ഭൂരിപക്ഷം ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ധന്യവാദം.